ശ്രീകൃഷ്ണൻ വിഗ്രഹം വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പലരുടെയും വീടുകളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം പൊതുവായി കാണുന്നതാണ്. എന്നാൽ വീടുകളിൽ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാത്ത പക്ഷം അത് ദോഷകരമായി ബാധിക്കും. എല്ലാവരും കണ്ണടച്ച് ഒരു നിമിഷം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടിച്ച് ശ്രീകൃഷ്ണൻ നാമമായ ഓം നമോ നാരായണ എന്ന 3 പ്രാവശ്യം ചൊല്ലുക. കൃഷ്ണ വിഗ്രഹം അതിനടിയിലായോ ഭഗവാന്റെ വിഗ്രഹത്തിനടിയിലായോ മുകളിലായോ പ്രത്യേക ചില വസ്തുക്കൾ വയ്ക്കുകയാണെങ്കിൽ അത് ഐശ്വര്യത്തിനും പോസിറ്റീവായ ഊർജത്തിനും കാരണമാകും. വീടുകളിൽ ഉത്തമമാണെന്ന് വാസ്തുശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണ്. വിഗ്രഹം വീടുകളിൽ സൂക്ഷിക്കുന്നവരല്ലെങ്കിൽ ഒരു നാൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും ഭഗവാന്റെ വിഗ്രഹം നേരിട്ട് തറയിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചാൽ കുടുംബത്തിന് ദോഷമാണ്. ഒരിക്കലും ഭഗവാന്റെ മുന്നിൽ നമ്മൾ താഴെ കൂപ്പുകൈയോടെ നിൽക്കാവുള്ളൂ. നമ്മുടെ താഴെ ഒരിക്കലും ഭഗവാനെ വെക്കരുത്. അതിൽ വെച്ച് നമുക്ക് താഴെ ഭഗവാന്റെ ഒരു ഇത് വരും. അത് വീടിന് ദോഷമാണ്. വലിയ അലമാരിയിലോ പൂജാമുറിയിലോ ഒക്കെ വെക്കുന്നതായിരിക്കും വീടിന് ഐശ്വര്യം. കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടെ വെക്കുന്നത് അത്യുത്തമമാണ്. വിഗ്രഹം നിങ്ങളുടെ വീടുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുക. ഇതിലാദ്യത്തെ കാര്യം താമരയാണ്. താമരയുടെ പ്രധാനപ്പെട്ട കാര്യം വീടിന് ചുറ്റും പോസിറ്റീവ് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം ആയിട്ട് പറയുന്നത്. താമര പീഠത്തിന് മുകളിൽ വയ്ക്കുകയാണെങ്കിൽ, കൃഷ്ണൻ്റെ കാൽച്ചോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ അത് പിന്നീട് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ഒക്കെ കാരണമാകും. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. താമര ജീവിതത്തിലുള്ള പോരാട്ടത്തിനും ഔഷധമായ വിജയത്തിനും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുക. ഈ പ്രകാരം ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. മറ്റൊന്ന് മൈപ്പീലിയാണ്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാധാന്യം ഉള്ള ഒരു വസ്തുവാണ് മൈപ്പീലി. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഗൃഹത്തിൻ്റെ അടുത്ത് വയ്ക്കുന്നതിന് അത്യുത്തമമാണ്. മൈപ്പീലിയുടെ സാന്നിധ്യം ഏതൊരു വീട്ടിലും ഉണ്ടായാലും കണ്ണേറ്, ദൃഷ്ടിദോഷം എന്നിവ ഒഴിഞ്ഞു പോകും. മറ്റൊന്ന് ഓടക്കുഴലാണ്. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട സമാധാനവും കുടുംബത്തിൽ ഐക്യവും നിലനിർത്താൻ ഓടക്കുഴൽ സഹായിക്കും. സർവ ഐശ്വര്യത്തിന് അത് കാരണമാകും. ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേ തരത്തിൽ തന്നെ പാലിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഐശ്വര്യം വരുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും.